സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. ഡയപ്പറും സാനിറ്ററി പാഡും പോലുള്ള ബയോമെഡിക്കൽ മാലിന്യം ശേഖരിക്കാൻ കൊച്ചി കോർപ്പറേഷൻ വൻതുക ഫീസ് ഏർപ്പെടുത്തിയത് ചൂണ്ടിക്കാട്ടിയുള്ള പൊതുതാൽപര്യ ഹർജിയിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാകുമെന്ന സമഗ്ര ഉത്തരവുണ്ടാകുമെന്ന് സുപ്രീം കോടതി സൂചിപ്പിച്ചു. സ്ത്രീകൾ, കുട്ടികൾ, രോഗികൾ തുടങ്ങിയവരോടുള്ള വിവേചനമാണ് കൊച്ചി കോർപ്പറേഷന്റെ നടപടിയെന്നാരോപിച്ച് അഭിഭാഷക ഇന്ദു വർമ്മ നൽകിയ ഹർജിയിലാണിത്. കോർപ്പറേഷൻ നടപടിയിൽ നേരത്തെ സുപ്രീം കോടതി അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. ആർത്തവകാലത്ത് സാനിറ്ററി മാലിന്യം കൈമാറാൻ സ്ത്രീകൾ പ്രത്യേക നമ്പറിലേക്ക് വിളിക്കേണ്ട സ്ഥിതിയാണ് കൊച്ചിയിലെന്നും അതെങ്ങനെ യുക്തിസഹമാകുമെന്നും ഇന്നലെ വാദത്തിനിടെ ഹർജിക്കാരി ചോദിച്ചു. സാനിറ്ററി മാലിന്യവും ഖരമാലിന്യവുമാണെന്ന് അവർ പറഞ്ഞു. തുടർന്ന് ഇത്തരത്തിൽ സാനിറ്ററി മാലിന്യം സംസ്കരിക്കാൻ ഫീസ് ഈടാക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമെന്ന് വിദ്യാർത്ഥിനികൾ, പ്രായമായവർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ തുടങ്ങി ഫീസ് ഇളവ് കിട്ടേണ്ടത് ആർക്കെല്ലാമാണെന്ന് വ്യക്തമാക്കാനും കോടതി ഹർജിക്കാരിയോട് നിർദ്ദേശിച്ചു. ഹർജിയിൽ ഇനിയും മറുപടി നൽകാത്ത സംസ്ഥാന സർക്കാരുകൾ 2 ആഴ്ചക്കകം തന്നെ മറുപടി നൽകണമെന്നും ജഡ്ജിമാരായ സൂര്യകാന്ത്, KV വിശ്വനാഥ് എന്നിവരുടെ ബെഞ്ച് നിർദ്ദേശിച്ചു. കേരളം, ഗോവ, ഛത്തീസ്ഗഡ്, ത്രിപുര, അസം, പഞ്ചാബ്, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ മാത്രമാണ് ഇതുവരെ പ്രതികരണം അറിയിച്ചത്. സെപ്റ്റംബറിൽ പരിഗണിക്കാനായി മാറ്റി.